ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദേ നമ്മളിന്ന് പാലക്കാട് പോവാണ്. ട്രെയിനിലാണ് പോണത് കേട്ടോ. അപ്പോൾ നമുക്ക് സമയമാവാറായി. നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ പോവുകയാണ്. 9:07 പാലരുവി എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ദേ ഞാനും കുട്ടികളും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരമായിട്ടോ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ട്. ഏട്ടൻ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ദേ ഏട്ടൻ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഓട്ടോ പിടിക്കാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള വഴിയാണ് കേട്ടോ. അതുകൂടെ ഞങ്ങൾ വേഗം സ്പീഡിൽ നടക്കുവാണ്. അപ്പോൾ ദേ നമുക്ക് ഓട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ ബസ് സ്റ്റോപ്പിലേക്കാണ് പോകേണ്ടത്. അവിടെ നിന്ന് നമുക്ക് ആലുവയ്ക്കുള്ള KSRTC ഉണ്ട്. അതിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്, റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഇതേ നമ്മളിപ്പോൾ KSRTCയിലാണ്. ഇനി നേരെ ആലുവയ്ക്കാണ് പോകുന്നത്. ആലുവയിൽ നിന്നാണ് കേട്ടോ നമുക്ക് പാലക്കാട്ടേക്കുള്ള ട്രെയിൻ ഉള്ളത്, ഒറ്റപ്പാലത്തേക്കുള്ള ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഇതേ ഞാനും അപ്പുവാണ് ഒപ്പമുള്ളത്. ഏട്ടൻ്റെ കൂടെയാണ് കേട്ടോ അമ്മ ഉള്ളത്. അവർ ബാക്ക് സൈഡിലാണ്. അങ്ങനെ ഇതേ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് നിൽക്കുവാണ്. ഏട്ടനാണ് കേട്ടോ പോയിരിക്കുന്നത് ടിക്കറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിലിരുന്ന് കഴിക്കാനായിട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിക്കുകയാണ്. ലേസാണ് കേട്ടോ കുട്ടികൾ ഏറ്റവും പ്രിഫർ ചെയ്യാറുള്ളത്. വാങ്ങി കൊടുക്കാതിരിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, അത് കണ്ടു കഴിഞ്ഞാൽ അത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കും. അപ്പോൾ ഇതേ ലേസൊക്കെ വാങ്ങി ഞങ്ങളിതേ പ്ലാറ്റ്ഫോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ വരാനായിട്ട് കുറേ സമയം ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതേ കുട്ടികൾ ആകെ വികൃതി അടിച്ച് നടക്കുകയാണ് അതുകൂടെയൊക്കെ. അങ്ങനെ ദേ നമ്മുടെ പാലരുവി എക്സ്പ്രസ് വന്നിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആയിട്ടോ വരാനായിട്ട്. അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി. നമുക്ക് സീറ്റെല്ലാം കിട്ടി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ട്രെയിൻ തൃശ്ശൂർ എത്താറായിട്ടുണ്ട്. തൃശ്ശൂർ സ്റ്റേഷനിൽ എത്താൻ പോവാണ് കേട്ടോ. ഇതിന് അങ്കമാലി, തൃശ്ശൂർ, പിന്നെ ഒറ്റപ്പാലം അങ്ങനെയാണ് സ്റ്റോപ്പ് ഉള്ളത്. പെട്ടെന്ന് തന്നെ എത്താറുണ്ട് കേട്ടോ ഈ ഒരു ട്രെയിൻ. അതുകൊണ്ടാണ് ഈ ഒരു ട്രെയിൻ തന്നെ നമ്മൾ ഒറ്റപ്പാലം പോകാനായിട്ട് പ്രിഫർ ചെയ്യാറുള്ളത്. തൃശ്ശൂരായപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ ആകെ കാലിയായിട്ടോ. നമുക്ക് കിടക്കാനും സൗകര്യം പോലെ ഇരിക്കാനൊക്കെ സ്ഥലമായിട്ടുണ്ട്.
അപ്പോൾ ദേ നമ്മൾ വടക്കാഞ്ചേരി എത്തിയിട്ടുണ്ട് കേട്ടോ. ആ കാണുന്നത് ഉത്രാളിക്കാവാണ്. നമ്മുടെ പാടത്തിൻ്റെ നടുവിലൊക്കെ ഉള്ള ആ ഒരു കാവ് ഉണ്ടല്ലോ, ആ ഒരു അമ്പലമാണ് കേട്ടോ അത്, ഉത്രാളിക്കാവ്. അപ്പോൾ ദേ നമ്മൾ ഷൊർണൂർ പാലത്തിൻ്റെ മേലെ എത്തിയിട്ടുണ്ട് കേട്ടോ. ദേ ഇത് ഭാരതപ്പുഴയാണ് താഴത്തേക്കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് ദേ വണ്ടികളൊക്കെ പോകുന്ന പാലമുണ്ട്. അപ്പോൾ ദേ ഈ കാണുന്ന ട്രാക്ക് നേരെ പോകുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞ് ഒറ്റപ്പാലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ട്രയാങ്കിൾ രീതിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി അപ്പുറത്ത് കൂടെ ഷൊർണൂരിൽ നിന്ന് നേരെ ഒറ്റപ്പാലത്തേക്കും ട്രാക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങുന്നത് ഒറ്റപ്പാലത്താണ് കേട്ടോ. ഒറ്റപ്പാലത്താണ് എൻ്റെ വീട്. അപ്പോൾ ദേ നമ്മൾ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ദേ നമ്മുടെ ഒറ്റപ്പാലം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ട്രെയിനിന് നമ്മൾ ഇറങ്ങുവാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം നമുക്ക് നേരെ മായന്നൂരിലേക്ക് പോകാനുണ്ട്, അമ്മയുടെ വീട്ടിലേക്ക്. അവിടെ അച്ഛനെ തീരെ സുഖമില്ല. അപ്പോൾ അച്ഛനെ കാണണം, അതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതേ അവിടെയുള്ള റോയൽ ബേക്കറിയിൽ നമ്മൾ കയറിയിട്ടുണ്ട്. ഞാനൊരു ഫ്രഷ് ലൈമും ഏട്ടനൊരു നാരങ്ങ ഉപ്പ് സോഡ ഉണ്ടല്ലോ അതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുട്ടികൾക്കും അത് തന്നെയായിരുന്നു. പിന്നെ മിഠായിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മളൊരു ഓട്ടോ പിടിച്ച് നേരെ ഇപ്പോൾ പോകുന്നത് മായന്നൂരിലേക്കാണ്.
അങ്ങനെ ഇതേ നമ്മൾ മാമൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അച്ഛനൊക്കെ കണ്ടു, കുറച്ച് നേരം അവിടെ ഇരുന്നു, ചായയും വെള്ളമൊക്കെ കുടിച്ചു. ഇനി നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഇതേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അച്ഛമ്മേനെയൊക്കെ കണ്ടു, കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ ഗപ്പീനെ വളർത്തുന്ന ടബിലേക്ക് പോയിട്ടോ. എനിക്ക് കുറച്ച് ഗപ്പീനൊക്കെ കളക്ട് ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ഗപ്പീനൊക്കെ അവിടെ നിന്ന് എടുത്തു, ഒരു കുപ്പിയിലൊക്കെ ആക്കി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട്. ഇത് കാണുന്നത് ചെറിയച്ഛൻ്റെ പൂച്ചയാണ് കേട്ടോ, നല്ല കമ്പനിയാണ്. അപ്പോൾ ഞങ്ങൾ വന്നത് കണ്ടിട്ട് അവിടുന്ന് ഓടി വന്നതാണ് കേട്ടോ. കുഞ്ഞു ഇതാരത്? ഇപ്പത്തിയുള്ളൂ ഓട്ടെ. കൊല്ലം. അപ്പോൾ എനിക്ക് കൊണ്ടുപോകാനായിട്ടാണ് കേട്ടോ അവൻ ഗപ്പീസിനൊക്കെ പിടിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു കുപ്പിയിൽ ഗപ്പീസിനെ അവൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എറണാകുളം ടു പാലക്കാടുള്ള ഒരു ട്രാവൽ ചെറിയൊരു വ്ളോഗ് പോലെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ, സീ യു.